students. Today we can discuss the marketing management first chapter for revision purpose. So we can discuss what you mean by marketing. Marketing simply means it is a business of moving goods and services from the producers to consumers. അല്ലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ട് പോകുന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് മാർക്കറ്റിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഡെഫിനേഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ? നമുക്ക് മാർക്കറ്റിംഗിന് 3 രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, അതുപോലെ തന്നെ വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഓക്കെ, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് മാർക്കറ്റിംഗിൽ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ എക്സ്ചേഞ്ച്ഡ് ആൻഡ് വാല്യൂ ഡിറ്റർമൈൻഡ് ഇൻ ടേംസ് ഓഫ് മണി പ്രൈസ്. ഇവിടെ സാധാരണ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് എന്താണ് ഒരു ടേംസ് ഓഫ് മണി മെഷർമെന്റ് നടത്തിയിട്ട് പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിലോട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ക്ലിയർ? ദെൻ കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് എന്താണോ അല്ലെങ്കിൽ അവരുടെ വാണ്ട് എന്താണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക അവർക്കുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതാണെന്നുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ പറയുന്നതാണ് ഏത് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ പറയുന്നത്. ക്ലിയർ? ദെൻ വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷനിൽ പറയുന്നത് ഈ ടൈമിലുള്ള മോഡേൺ ഡെഫിനിഷൻ ആണ് ഏത് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഇവിടെ പ്രൊഡക്റ്റിന് മാത്രമല്ല എല്ലാ ഫാക്ടേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് എന്താണ് വാണ്ട് എന്താണെന്ന് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിൻ്റെ നീഡ് എന്താണ്, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ നീഡ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പറയുന്ന ഡെഫിനിഷനാണ് ഏത് നമ്മുടെ വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നേച്ചർ ഓഫ് മാർക്കറ്റിംഗിൻ്റെ കേസിൽ പറയാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റെസ്പോണ്ടിങ് ടു കസ്റ്റമേഴ്സ് വാണ്ട്. കസ്റ്റമറിൻ്റെ നീഡ് എന്താണ് വാണ്ട് എന്താണ് അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റിങ്ങിനെ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോട്ട്, പ്രൈസിങ് എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഡെലിവറിങ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് അവരുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആവശ്യം എന്താണെന്നുള്ള രീതിയിൽ മെയിനായിട്ട് അത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് മാർക്കറ്റിംഗിലോട്ട് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗിലോട്ട് പോകുമ്പോൾ അഥവാ അതിൻ്റെ സ്കോപ്പിൻ്റെ കേസിൽ അതിന് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗിൻ്റെ ഫംഗ്ഷൻ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത് ഫങ്ഷൻസ് ഓഫ് റിസർച്ച്, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്, ദെൻ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ ആൻഡ് ഫെസിലിറ്റേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ദെൻ ആദ്യത്തെ ഫങ്ഷനാണ് മാർക്കറ്റിംഗ് റിസർച്ച്. ഓൺലി ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ഓഫ് റിസർച്ചിലെ ഫസ്റ്റ് ഫങ്ഷനാണ് ഇത് മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇവിടെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് ഓർഗനൈസേഷൻ്റെ ഒരു ഇൻ്റലിജൻറ്റ് സർവീസാണ് ഇത് നമ്മുടെ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് മാർക്കറ്റിംഗ് റിസർച്ച് ഹെൽപ്പ് ഫോർ അനലൈസിങ് ദ ബയേഴ്സ് ഹാബിറ്റ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, എഫക്റ്റീവ്നെസ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് മീഡിയ എക്സെട്ര. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് എത്രത്തോളം എഫക്റ്റീവ്നെസ് ആവുന്നുണ്ട് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ, അതിനനുസരിച്ച് എത്രത്തോളം അവരെന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്ന ഫംഗ്ഷനാണ് ഇത് മാർക്കറ്റിംഗ് റിസർച്ച് ആയിട്ട് പറയുന്നത്. അടുത്തത് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ മാർക്കറ്റിംഗ് സക്സസ് ആവുന്നത് എപ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ റീച്ച് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യണം, അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എന്നാലേ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എന്ത് ഉണ്ടാവുള്ളൂ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷനാണ് ഇത് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ഫങ്ഷൻസ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പാസിങ് ഗുഡ്സ് ഇൻ ടു കൺസ്യൂമേഴ്സ് ഹാൻഡിൽ കോൾഡ് എക്സ്ചേഞ്ച്. അല്ലെ, കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കുന്നത് വരെ അതാ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
ക്ലിയർ. ദെൻ അതിൻ്റെ ആദ്യത്തെ ഐറ്റാണ് ബൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ട്രേഡർ അല്ലെങ്കിൽ ആ ഒരു ഓണ്ടർപ്രണേഴ്സ് സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻ്റ് ആളുകളുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഐറ്റംസ് വാങ്ങുന്നത്, പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. സോ ദ പർച്ചേസിങ് ഓഫ് റോ മെറ്റീരിയൽ ബൈ മാനുഫാക്ചർ ഓർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ബൈ ദ ട്രേഡേഴ്സ്. സോ ദ മാനുഫാക്ചേഴ്സ് ആർ റിക്വയർഡ് ടു ബൈ ദ റൈറ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി അല്ലേ. നമ്മുടെ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം, സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി കറക്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങണം എന്നുള്ളൊരു പ്രോസസ്സാണ് ഇവിടെ പറയുന്നത് ബൈയിങ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ അസംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഒരാളുടെ അടുത്ത് നിന്നല്ല സാധനം വാങ്ങുന്നത്, പ്രൊഡ്യൂസേഴ്സ് അല്ലേ, അവർ ഡിഫറെൻ്റ് ആളുകളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ടൈമിൽ സാധനം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളും വാങ്ങിയത് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടണം. അതിനെയാണ് അസംബ്ലിംഗ് എന്നുള്ള ടേം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് അസംബ്ലിംഗ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഗുഡ്സ് ഹാവ് ഓൾറെഡി ബീൻ പർച്ചേസ്. Usually goods will not be purchased from one sellers only, and they have purchased from the different sellers, and they have to be collected, assembled at a one place. എല്ലാ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഗുഡ്സും എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യണം. ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, അസംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ. ദെൻ അടുത്ത ഐറ്റംസ് ആണ് അല്ലെങ്കിൽ അടുത്ത ഫംഗ്ഷൻ ആണ് ഇത് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് is to sell goods and services and make the പ്രോഫിറ്റ്. നമുക്കറിയാം എല്ലാ ഒരു ഫേമിൻ്റെയും മെയിൻ ലക്ഷ്യം എന്താണ്, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ ഉണ്ടാക്കിയ സാധനങ്ങൾ ആളുകൾ എന്ത് ചെയ്യണം, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിലോട്ട് എത്തിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് അവരുടെ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, സെല്ലിംഗ് എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ മൂന്നാമത്തെ മെയിൻ ഫംഗ്ഷൻ ആണ് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ആയിട്ടാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ആണ്, എന്തിൻ്റെ, ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ ഒരു ഫിസിക്കൽ മൂവ്മെന്റിന് പറയുന്ന പേരാണ് എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓർ മെറ്റീരിയൽസ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് ആ സാധനം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിന് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ദെൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഡെപ്ത് to the market, and that means it is a holding and preserving of goods from the time they are produced until they are to be needed to by consumers. കൺസ്യൂമേഴ്സിന് എപ്പോഴാണ് ആ ഒരു ഐറ്റം വേണ്ടത് അതുവരെ ആ ഒരു പ്രൊഡക്റ്റിനെ ഒരു സ്ഥലത്ത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിന് മാത്രമാണ് ആ ഒരു ഐറ്റം നമ്മൾ കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് സ്റ്റോറേജ് അല്ലെങ്കിൽ വെയർഹൗസ്. അതുവരെ അത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഫംഗ്ഷൻ. അതാണ് മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റോറേജ് ആൻഡ് വെയർഹൗസിങ് എന്നുള്ള ഫംഗ്ഷനിൽ പറയുന്നത്. ക്ലിയർ? ദെൻ അടുത്തതാണ് പാക്കേജിങ് എന്നുള്ള ഫംഗ്ഷനിൽ പറയുന്നത്. പാക്കേജിങ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് എന്താണ് പറയുന്നത്, പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പ്രൊട്ടക്ട് ദ ഗുഡ്സ് ഫ്രം ദ ഡാമേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ഈസി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് അല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലോട്ട് എത്തിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിനെ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, പാക്കേജിംഗ് എന്നുള്ള ഫങ്ഷൻസ് പറയുന്നത്. ക്ലിയർ ആണോ? കുറച്ച് സ്പീഡിൽ പോകുന്നത് ഇത് റിവിഷൻ ആയിട്ടാണ്, അപ്പോൾ അതാണ് സ്പീഡിൽ പോകുന്നത്. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് ചിലപ്പം ചോദിക്കാവുന്നതാണ്, അതുകൊണ്ടാണ് കമ്പൽ ചെയ്ത് ഈ ഐറ്റംസ് ഒക്കെ പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ ആണ് നോക്കേണ്ടത്. ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷനിലെ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഫിനാൻസിങ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഫിനാൻസിങ് ഈസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് ഫോർ മാർക്കറ്റിംഗ്. നമുക്കറിയാം മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ബിസിനസ് ഫേമിൻ്റെ അതിൻ്റെ ലൈഫ് ബ്ലഡ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻസ് എന്നുള്ള ഐറ്റംസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ആഡ്യൂക്കേറ്റ് ഫണ്ട് ചീപ്പ് റൈറ്റിന് നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ആ ഒരു ചീപ്പ് ഫണ്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ വേറൊരു ഫംഗ്ഷനായിട്ട് ഫിനാൻസിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് റിക്വയർസ് adequate and cheap finance for performing various marketing function. So it is the money or credit or lubricants of that facilitate operation of running of the marketing machine. Okay, so it is that finance life breadth of modern business.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ട് ഡിഫറെന്റ് ഏരിയകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വരൂപിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് ഫിനാൻസിങ് എന്നുള്ള ഫംഗ്ഷനും പറയുന്നുണ്ട്. അടുത്തതാണ് റിസ്ക് ബിയറിംഗ് എന്നുള്ള ഫംഗ്ഷൻ പറയുന്നത്. റിസ്ക് ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിംഗിൽ റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ അൺസർട്ടനിറ്റി ആണ്. ഓക്കെ, സോ ദ റിസ്ക് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ് ഡ്യൂ ടു സം അൺഫേവറബിൾ ഹാപ്പനിങ് ഇൻ ദി ഫ്യൂച്ചർ. സോ ദറ്റ് റിസ്ക് ഈസ് ദ ഇൻഹറൻറ്റ് ഇൻ എവരി ഫ്രം ദ ബിസിനസ് ആക്ടിവിറ്റി. ഏതൊരു ബിസിനസ് ആക്ടിവിറ്റീസിൽ എന്തുന്നുണ്ട്, റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാർക്കറ്റിങ്ങിന്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഏത്, നമ്മുടെ റിസ്ക് ബിയറിംഗ് ഒരു റിസ്ക് ടേക്കിംഗ് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആ റിസ്കിനെ ഓവർകം ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അടുത്ത ഫംഗ്ഷനാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ്, നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യുന്നത്, നമ്മൾ ആ യൂസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടുന്നുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റിന് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. സോ സ്റ്റാൻഡർഡൈസേഷൻ മീൻസ് establishing certain standard for a commodity on the basis of designed features like a quality, durability, color, size, design, safety, etc. for the product അല്ലെ. ആ ഒരു പ്രൊഡക്റ്റിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അതാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തതാണ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രൈസിംഗ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. സോ ദ പ്രൈസ് ഇസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലേ. സോ ദ ഗ്രേറ്റർ കെയർ ഷുഡ് ബി ടേക്കൺ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി പ്രൈസ്. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാക്കുന്ന ആ ഒരു ഐറ്റത്തിന് മണി മെഷർമെന്റിൽ ടേംസിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രൈസിങ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തതാണ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻസ് ഇൻക്ലൂഡ് ദ ആക്ടിവിറ്റി ഡിസൈൻ ദ മാനുഫാക്ചർ ടു ഇൻഫ്ലുവൻസ് ദ ബയർ ത്രൂ കമ്മ്യൂണിക്കേഷൻ. Okay, so to make the product price is known as to the public, it is essential to communicate and persuade and motivate the consumer. Okay, for that this all types of doing the advertisement and sales promotion എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് എന്തെങ്കിലും അത് ചിലപ്പോൾ തനിയെ വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻസിന് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആ പബ്ലിക്കിന് നൽകണം. അതൊന്നെങ്കിൽ അഡ്വർടൈസിങ് വഴി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെയിൽസ് പ്രൊമോഷൻസ് വഴിയാണ് ചെയ്യുന്നത്. അപ്പം കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രൊമോഷൻ എന്നുള്ള രീതിയിലായിട്ട് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ അടുത്തൊരു ഐറ്റംസ് ആണ് ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് മാർക്കറ്റിങ്ങിന്റെ. ബ്രാൻഡിങ് മീൻസ് ഗിവിംഗ് നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ബൈ വിച്ച് ഷുഡ് ബിക്കം നോൺ ഫെമിലിയർ എമംഗ് ദി കൺസ്യൂമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു ഫെമിലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബ്രാൻഡിങ് എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? സോ ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ എന്താവാം, ഒരു സിമ്പിൾ ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ആവും, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദിസ് വിത്ത് ദ വ്യൂ ടു ഐഡന്റിറ്റി ഓഫ് ഗുഡ്സ് ഫ്രം സെല്ലേഴ്സ് ഓർ ഡിഫറെന്റ് ദം ഫ്രം ദോസ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് എന്താണോ വ്യത്യസ്തമാക്കി നിർത്തുന്നത് ആ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ബ്രാൻഡിങ് എന്നുള്ള ടേം കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 2-3 നോക്കി വെക്കുക. കാരണം ഇത് 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ചില ടൈമിൽ ചോദിച്ചു കാണാറുണ്ട്. അപ്പോൾ ആ രണ്ടൊരു ഡിഫറൻസ് എങ്കിലും മനസ്സിലാക്കി വെക്കുക. സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ്, ട്രാൻസ്ഫർ ചെയ്യാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്, സെല്ലിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഓൺലി ഇൻക്ലൂഡ് ദ സെല്ലിംഗ് ബട്ട് ഓൾസോ ടു അതർ ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു സെല്ലിംഗ് സച്ച് ആസ് അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, റിസർച്ച് എക്സെട്ര. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സെല്ലിംഗ് മാക്സിമം സെയിൽ ആൻഡ് പ്രോഫിറ്റ്. സെല്ലിംഗിൽ പറയുന്നത് എന്താണ്, അവർ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്താണ്, കൂടുതൽ സാധനം വിറ്റുകാണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. എന്നാൽ മാർക്കറ്റിംഗിൽ എന്താണ്, ബയേഴ്സിന്റെ നീഡ് എന്താണ് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സെല്ലിംഗ് കോൺസെപ്റ്റിൽ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊഡക്റ്റിനാണ്. മാർക്കറ്റിംഗിന് എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന്
പറയുന്നത്. 4 രീതിയിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് മാർക്കറ്റിംഗ് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജസ് ഉള്ളത്? നമുക്കറിയാം, ഒരു ഫേം ഒരു ഏരിയയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഏരിയയിലെ ആളുകളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്കറിയാം, ആ ഒരു ഏരിയയിലെ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ടു ദി സൊസൈറ്റി. ഓക്കെ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വഴി അതുവഴി അവരുടെ ഇൻകം കൂടുന്നുണ്ട്, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ നീഡും വാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ ക്രിയേറ്റ് യൂട്ടിലിറ്റി എന്നുള്ള ഒരു അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? അവർക്ക് എപ്പോഴാണോ ആവശ്യം ഒരു പ്രൊഡക്റ്റ് അത് ആ കറക്റ്റ് ടൈമിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ക്രിയേറ്റ് യൂട്ടിലിറ്റീസ് എന്നുള്ള അഡ്വാൻറ്റേജസ് പറയുന്നത്. അതുപോലെ തന്നെ റെഡ്യൂസസ് കോസ്റ്റ് എന്നുള്ള അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് മാർക്കറ്റിംഗ് എൻഷ്യൂർ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ആൻഡ് ഒപ്റ്റിമം കൺസംഷൻ. സോ ഇറ്റ് റെഡ്യൂസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് ദ കൺസ്യൂമേഴ്സ് ഗെറ്റ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് ചീപ്പർ പ്രൈസ്. അല്ലെ, കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജസ് ആണ്. അതോടാണ് ഇറ്റ് റിഡ്യൂസസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്പ് ടു സോൾവ് ദ സോഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് 2% എന്ത് ചെയ്യണം? അവരുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കണം എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സൊസൈറ്റിന്റെ അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ അത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് സെന്റർ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ഫണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? അതുവഴി തീർത്തു കൊടുക്കുന്നത്. അതാണ് ഇതിൽ പറയുന്നത് ഇറ്റ് സോൾവ് സോഷ്യൽ പ്രോബ്ലംസ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതോടെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതാണ് ഇറ്റ് മേക്ക് ലൈഫ് ഈസിയർ, comfortable price and places. That marketing make human life easier. ഡിഫറെന്റ് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കിട്ടുമ്പോൾ ആളുകളുടെ ജീവിത രീതിയിലൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എൻറിച്ച് സൊസൈറ്റി. ദാറ്റ് മീൻസ് മെനി ഫേംസ് എൻകറേജ് their employees to participate the activities that help to or their communities and invest heavily in socially responsible action and charity. ഓക്കെ, അതാണ് എൻറിച്ച് സൊസൈറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസിന് എങ്ങനെയൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഉള്ളത്? ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ. ദാറ്റ് മീൻസ് മാർക്കറ്റിംഗ് ഹെൽപ്സ് ഇൻ മാനുഫാക്ചറിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നോ ഫേം കൻ ടു സർവൈവ് അൺലെസ് ദ മാർക്കറ്റിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. അല്ലെ, മാർക്കറ്റിങ്ങിലൂടെ എന്താണ് സാധ്യമാകുന്നത്? അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ മൂവ്മെന്റ് നടത്തുകയാണ്. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? റവന്യൂ ജനറേറ്റ് ചെയ്യും, അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ പ്രോഫിറ്റ് കൂട്ടും. അതാണ് ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ദെൻ അടുത്തതാണ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഈസ് എ പ്ലാനിങ് ഈസ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഓവറോൾ ബിസിനസ് പ്ലാനിങ് ആൻഡ് ഹെൽപ്പ് ഫോർ ഫോർമുലേറ്റിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അല്ലെ, നമ്മുടെ നല്ലൊരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നല്ല ഇൻഫർമേഷൻ നല്ല രീതിയിൽ കിട്ടും. അതിനനുസരിച്ച് അവർക്ക് എന്താ ചെയ്യാം? നമ്മുടെ മാർക്കറ്റേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ദെൻ ഇറ്റ് ഹെൽപ്പ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതെന്ത് ചെയ്യാൻ? ഡിഫറെന്റ് ചാനൽ വഴി എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജസ് കമ്പനിക്കായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് നല്ല മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ അടുത്തൊരു അഡ്വാൻറ്റേജസ് ആണ് ഹെൽപ്സ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് ഇൻഫർമേഷൻസ് എൻവയോൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂ പ്രൊഡക്റ്റിനെ കുറിച്ചും ന്യൂ ചാലഞ്ചസിനെ കുറിച്ചുള്ള ന്യൂ ചേഞ്ചസിനൊക്കെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചാലഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ മാർക്കറ്റിംഗ് കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എക്സ്പാൻഡ് ഗ്ലോബൽ പ്രസൻസ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത്
നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഏരിയയിൽ കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ടിങ്ങിന് പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ആ ഫേമിന് എന്ത് ചെയ്യാം, ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് എക്സ്പാൻഡ് ഗ്ലോബൽ പ്രസൻസ്. ഇവിടെ മാത്രമല്ല, ഗ്ലോബലി ഡിഫറെൻറ്റ് കൺട്രീസിൽ അവരുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റീച്ച് ആവുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ റീച്ച് ആകുമ്പോൾ ഇവിടെയുള്ള കസ്റ്റമേഴ്സും മറ്റുള്ള പുറത്തുനിന്ന് കൺട്രിയിൽ നിന്നുള്ള കസ്റ്റമേഴ്സും ആ ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ എന്താണ് ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഹെൽപ്പ് ഫോർ ഇൻക്രീസിങ് ഗുഡ് വിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ക്ലിയർ? ദെൻ അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സ് എന്നാണ്. എന്തായിരിക്കും കൺസ്യൂമേഴ്സ് എന്ന് നമുക്കറിയാം. ഇറ്റ് പ്രൊവൈഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. കൺസ്യൂമേഴ്സിന് എന്തിട്ടും നല്ല പ്രൊഡക്റ്റ് അവൈലബിൾ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല പ്രൊഡക്റ്റ് മാത്രമല്ല, എന്തും കൂടി കിട്ടും, ദേ പ്രൊവൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് അവർക്ക് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംപ്രൂവ് നോളേജ് ഓഫ് കൺസ്യൂമേഴ്സ് എന്നുള്ളത് പറയുന്നുണ്ട്. നല്ല മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യും, പബ്ലിക്കിന് നമ്മുടെ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമേഴ്സിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവ് കിട്ടുമ്പോൾ അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവർക്ക് ചൂസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഏത് പറയുന്നത്, ഹെൽപ്സ് ഇൻ സെലക്ഷൻ എന്നുള്ള പോയിന്റ് പറയുന്നത്. ദെൻ കൺസ്യൂമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് കൊണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു എക്കോണമി. എക്കോണമിക്ക് മാർക്കറ്റ് കൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്കറിയാം. എക്കോണമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ അവരുടെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാഷണൽ ഇൻകം കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദെൻ അതാണ് ഇൻക്രീസ് നാഷണൽ ഇൻകം അഥവാ GDP-യിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു അഡ്വാൻറ്റേജസ് ആണ് എക്കോണമി. ഇറ്റ് സേവ് ദ എക്കോണമി ഫ്രം ഡിപ്രഷൻ സ്റ്റേജിൽ നമ്മുടെ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രീനെ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് ഉയർത്തി വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സേവ് ദ എക്കോണമി ഫ്രം ഡിപ്രഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി എന്നുള്ള ഒരു അഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. അഥവാ നമുക്കറിയാം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ സ്കെയർ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൺസ്യൂമേഴ്സിന് സൊസൈറ്റീൻ്റെ നീഡ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് ഫെസിലിറ്റേറ്റ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എക്കണോമിയുടെ ഗ്രോത്തിനുണ്ടാവും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അവരുടെ ഇൻകം ഉണ്ടാവും. ആ ഇൻകം ഉണ്ടാകുമ്പോൾ ആ എക്കോണമിയിൽ എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നിട്ടുള്ളത്. ലാസ്റ്റ് ഒരു അഡ്വാൻറ്റേജസ് ആണ് ബ്ലോഗിംഗ് ബാക്ക് ഓഫ് ദ റിസോഴ്സസ്. മാക്സിമം കെയർ റിസോഴ്സും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്, നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള കാറ്റഗറി പറയുന്നത്. മാർക്കറ്റിംഗ് മിക്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാർക്കറ്റിംഗ് മിക്സ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ലൈക്ക് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, എക്സെട്ര. ദാറ്റ് മീൻസ് റൈറ്റ് പ്രൊപ്പോർഷൻ ദാറ്റ് പ്രൊവൈഡ് ദ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമേഴ്സ് ആൻഡ് മാക്സിമം പ്രോഫിറ്റ് ടു ദി കമ്പനി. മാർക്കറ്റിംഗ് മിക്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആണ്. നേരത്തെ 4 പീസസിൽ കൊടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എന്നാണ്, അഥവാ പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ 4എണ്ണത്തിൻ്റെയും പ്രൊപ്പോർഷൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന രീതിയിൽ അതുവഴി മാക്സിമം പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 2 രീതിയിൽ പറയുന്നുണ്ട്. 4 പീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ വ്യൂ പോയിന്റിലാണ് നോക്കുന്നത്. ദെൻ 4 സീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ വ്യൂ പോയിന്റിലാണ് പറയുന്നത്. ഓക്കെ, ഇത് റോബർട്ട് ലൗട്ടർ ബോൺ എന്നുള്ള മാർക്കറ്റ് ഫിലോസഫർ ആണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 4 പീസസും അതിന് അനുസൃതമായിട്ടുള്ള 4 സീസസും. ദെൻ 4 പീസസിൽ എന്താണ് ആദ്യത്തെ ഐറ്റം പറയുന്നത്, പ്രൊഡക്റ്റ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റിംഗ് മിക്സിന്റെ ഫസ്റ്റ് എലമെന്റ് ആണ് ഇത്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ thing that possessing the utility, that means the bundle of value the marketer offer to potential customers. കസ്റ്റമേഴ്സിന് എന്താണോ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഐറ്റം, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നിട്ടുള്ളത്, പ്രൊഡക്റ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
Then price എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റേഴ്സ് നീഡ് ടു ഡിസൈഡ് ഹൗ ടു പ്രൈസ് ദം. എന്താണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ മണി മെഷർമെന്റ് നടത്തുന്നത്, അതിനെയാണ് ആ ഒരു പ്രൊഡക്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് സെല്ലേഴ്സ് ഡിറ്റർമിനേഷൻ നടത്തുന്ന ആ ഒരു ഐറ്റത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രൈസ് എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. ദെൻ അടുത്തതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡെലിവറി ഓഫ് പ്രൊഡക്റ്റ് ദ റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്രൈസ്. റൈറ്റ് ടൈമിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്ലേസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഡിസിഷൻസ് റീപ്ലേസ് എന്നുള്ള കോമ്പിനേഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻസ്, വെയർ ഹൗസിങ്, ഇൻവെന്ററി കൺട്രോൾസ് ഒക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫോർ പീസസിൽ അടുത്ത ഐറ്റാണ് ഏത്, പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, ഓൾ ആക്ടിവിറ്റീസ് ദാറ്റ് എയിം ടു ഇൻഡ്യൂസിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് കസ്റ്റമർ ടു ബൈ ദ പ്രൊഡക്റ്റ്. നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പ്രൊമോഷൻ ആയിട്ട് പറയുന്നത്. അവരുടെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്, കസ്റ്റമേഴ്സ് പാസ് ചെയ്യണം. അതാണ് ഏതിൽ പറയുന്നത്, ഫോർ പീസസിലെ ലാസ്റ്റിലുള്ള പ്രൊമോഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫോർ പീസസിന് നേരെ വിപരീതമാണ് കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അതാണ് ഇത്, കസ്റ്റമേഴ്സിന്റെ സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് അപ്പുറത്തെ സൈഡിൽ എന്തായിട്ട് വരുന്നത്, പ്രൊഡക്റ്റ് എന്നുള്ള ടേം കൊണ്ട് പറയുന്നത്. ക്ലിയർ? ദെൻ കോസ്റ്റ് എന്നുള്ള ടേം പറയുന്നുണ്ട്. കോസ്റ്റ് എന്താണ് ആ ഒരു കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ബിയർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റ് അഥവാ പ്രൈസ് എന്നാണ് അവിടെ പ്രൊഡ്യൂസർ വ്യൂ പോയിന്റിൽ നോക്കുന്നത്. ദെൻ കൺവീനിയൻസ് കസ്റ്റമർ ഗെറ്റ് ഈസിലി. ആ കസ്റ്റമേഴ്സിന് എങ്ങനെയാണോ ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കിട്ടുന്നത് അതാണ് പ്ലേസ് എന്നുള്ള മാർക്കറ്റിംഗ് മിക്സ് പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് റിസീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സ് എങ്ങനെയാണോ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്, അതൊന്നെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ ആയിരിക്കും. അതാണ് അവിടെ പ്രൊമോഷൻ എന്നുള്ള ഫോർ പീസസിനെ കൊണ്ട് ഇവിടെ ഫോർ പീസസിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ദെൻ ഇതിന് പുറമെ പുതിയ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പീസ്. നേരത്തെ ഫോർ പീസസിന് പുറമെ കുറച്ച് പീസ് കൂടി എക്സ്ട്രാ ഫോർ പീസസും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പറയുന്നത് ആദ്യത്തെ ഐറ്റം പാക്കേജിംഗ് ആണ്. നമുക്കറിയാം പാക്കേജിംഗ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആർട്ടാണ്, ഒരു സയൻസ് ഓർ ടെക്നോളജി ഓഫ് പ്രിപ്പയറിംഗ് ഗുഡ്സ് ഫോർ ട്രാൻസ്പോർട്ട്, സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് അല്ലെ. നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള പാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല ബ്രാൻഡ് ഉണ്ടാവും, നല്ല കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ എന്ത് ചെയ്യും, ആ ഒരു ബ്രാൻഡ് ലോയാലിറ്റി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ അട്രാക്ട് ചെയ്യും. മെയിനായിട്ട് നമ്മൾ പറഞ്ഞു പാക്കേജിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാക്കേജിങ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മിക്സ് ആണ് ഇത് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് പീപ്പിൾ ദാറ്റ് എ മാർക്കറ്റേഴ്സ് ഹാസ് ടു ഡീൽ വിത്ത്. മാർക്കറ്റേഴ്സ് ആരൊക്കെയുമായിട്ടാണോ ഡീൽ ചെയ്യുന്നത്, അതൊന്നെങ്കിൽ ഹോൾസെയിലേഴ്സ് ആയിരിക്കാം, റീറ്റെയിലേഴ്സ് ആയിരിക്കാം, കൺസ്യൂമേഴ്സ് ആയിരിക്കാം, ഇങ്ങനെ ആരൊക്കെ ആളുകളായിട്ടാണോ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പീപ്പിൾ എന്നുള്ള കാറ്റഗറിയിൽ പറയുന്നത്. അതുപോലെ തന്നെ പീപ്പിൾ എന്നുള്ള കാറ്റഗറിയിൽ ആരും കൂടി ഇൻക്ലൂഡഡ് ആവുന്നതാണ് പറയുന്നത്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റിലുള്ള കോമ്പറ്റീറ്റേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരായിട്ടാണ് പബ്ലിക് റിലേഷൻ. കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്, വാട്ട് യു മീൻ ബൈ പബ്ലിക് റിലേഷൻസ് എന്നുള്ള രീതിയിൽ. പബ്ലിക് റിലേഷൻസിൽ പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്നും പറയാം. ദ മാർക്കറ്റർ ഹാസ് ടു ഇൻക്രീസ് അവയർനെസ് അബൌട്ട് ദ കമ്പനി ആൻഡ് ദ പ്രൊഡക്റ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദി പബ്ലിക്. ഓക്കെ, ഇവിടെ പറയുന്നത് മാർക്കറ്റർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കസ്റ്റമേഴ്സുമായിട്ടും പബ്ലിക്കുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനെയാണ് പബ്ലിക് റിലേഷൻസ് ആയിട്ട് പറയുന്നത്. പബ്ലിക് റിലേഷൻഷിപ്പിൽ ഏതൊക്കെ ഇൻക്ലൂഡഡ് ആവും, എംപ്ലോയീസ് ഉൾപ്പെടും, ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടും, സപ്ലയേഴ്സ് ഉൾപ്പെടും, കസ്റ്റമേഴ്സ് ഉൾപ്പെടും, പ്രൈസ് ഉൾപ്പെടും, അതുപോലെ തന്നെ ഗവൺമെന്റ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം എന്ത് ചെയ്യും, പബ്ലിക് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടും. അപ്പൊ ഇവരുമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, പബ്ലിക് റിലേഷൻഷിപ്പിൽ പറയുന്നത്. അടുത്തതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു രാജ്യത്തെ ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും. അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ
പറ്റില്ല, നിലനിൽപ്പുണ്ടാവില്ല, കമ്പനി പൂട്ടി പോകേണ്ടി വരും, സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വരും. അപ്പൊ പൊളിറ്റിക്സുമായിട്ട് എന്ത് ചെയ്യണം, കറക്റ്റ് ഡീല് വരുത്തണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻസ് ഏരിയയാണ് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിട്ടുള്ളത്, പ്ലാനിങ് എന്നുള്ള കാറ്റഗറിയിൽ പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രോഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ ഇൻറ്റൻഡ് ടു റീച്ച് ഇറ്റ് ഒബ്ജക്റ്റീവ്സ്. അപ്പം സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രോഡ് പ്ലാനിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് പറയുന്നത് അതിന്റെ നീഡ് എന്താണ്. ആ നീഡിന്റെ ബേസിൽ 2 ഫാക്ടേഴ്സിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും അതുപോലെ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സും എന്നുമാണ് ഡിവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്നത് നോക്കുക, അത് ചോദിക്കാറില്ല, എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജിങ് ഓഫ് ചേഞ്ചസ്, ഇറ്റ് ഹെൽപ്പ് ഫോർ മാനേജിങ് ഓഫ് ചേഞ്ചസ്. മാർക്കറ്റിംഗിലുള്ള ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാനിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഫേമിന്റെ റിസോഴ്സസിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള ത്രെഡ്സ് അതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. അതിന്റെ സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫേമിന് എന്ത് ചെയ്യാം, കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. കോമ്പറ്റീറ്റേഴ്സുമായി കോമ്പറ്റ് ചെയ്ത് മാർക്കറ്റിൽ സർവൈവൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജിക് മാർക്കറ്റ് പ്ലാനിങ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഗെയിനിങ് കോമ്പറ്റേറ്റീവ് എഡ്ജ് ബൈ എൻകറേജിങ് കോമ്പറ്റീഷൻ ആൻഡ് വിന്നിങ് ദി കസ്റ്റമേഴ്സ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൽ പറയുന്നത്. അടുത്തതാണ് അതിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് 9 സ്റ്റെപ്സ് ആണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഡിഫൈൻ ദ ഓർഗനൈസേഷൻ, മിഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്, സെറ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൽ. അതുപോലെ തന്നെ ഈ അസസിങ് ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആയിട്ട് പറഞ്ഞിട്ട്, ഓർഗനൈസേഷൻ റിസോഴ്സസ് include capabilities of the firm's production, marketing, finance, technology and employees. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസിങ് ഓർഗനൈസേഷൻ റിസോഴ്സസിൽ പറയുന്നത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടെക്നോളജീസ്, ഫിനാൻസ്, അതിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ റിസ്ക് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു അസംഷൻസ്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള അസംഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ലോങ് ടേം പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, ആ സ്ട്രാറ്റജിനെ മാർക്കറ്റിംഗ് പ്ലാൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നു, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കണം. മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻസിൽ പറയുന്നതാണ്. ഇതുവരെ എടുത്തുള്ള ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ കറക്റ്റ് വേയിലാണോ, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഈ പ്ലാനിലാണോ നടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം, മെഷർ ചെയ്യാം എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.